എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആണുങ്ങൾ കരയില്ലെന്നും സിംഹങ്ങൾക്ക് വേദന അറിയില്ലെന്നും ആരാണ് പറഞ്ഞത്? അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്നലെ രാത്രി അരങ്ങേറിയത് ഈ പരമ്പരാഗത സങ്കല്പങ്ങളെ പോലും കടപുഴക്കിയെറിയുന്ന ഒരു വൈകാരിക ദൃശ്യമായിരുന്നു. വെറും 31 പന്തിൽ 66 റൺസ് എടുത്ത് ഇന്ത്യയെ അവിശ്വസനീയമായ ഒരു വിജയത്തിലെത്തിച്ച ഒരു താരത്തിന്റെ മുഖത്ത് നാം പ്രതീക്ഷിക്കുന്നത് അഹങ്കാരമോ അതിയായ ആഹ്ലാദമോ ആയിരിക്കും. എന്നാൽ കളിയിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ഓൾറൗണ്ടർ ശിവം ദുബെയുടെ പേര് വിളിച്ചപ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. ആയിരക്കണക്കിന് കാണികൾക്ക് നടുവിൽ ക്യാമറകൾക്ക് മുന്നിൽ കോടിക്കണക്കിന് വരുന്ന ജനതയെ സാക്ഷിയാക്കി അവൻ പൊട്ടിക്കരഞ്ഞു. അത്രമാത്രം വലിയ വിജയത്തിനു ശേഷവും ദുബെയെ അലറിക്കരയിച്ച ആ വലിയ വേദന എന്തായിരുന്നു? ആ വിജയത്തിനു പിന്നിലെ സ്കോർ ബോർഡുകൾക്ക് ഒരിക്കലും പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയാത്ത, ഉറക്കം നഷ്ടപ്പെട്ട എത്രയോ രാത്രികളുടെ ആരും കാണാത്ത ഇരുണ്ട സത്യങ്ങളിലേക്കാണ് നാം ഇന്ന് കടന്നു ചെല്ലുന്നത്. ലോകം മുഴുവൻ നിങ്ങളെ എഴുതിത്തള്ളിയാലും ഞാൻ തീർന്നിട്ടില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നത് എത്രത്തോളം കഠിനമാണെന്നതിന്റെ നേർക്കാഴ്ചയായിരുന്നു ഇന്നലെ നാം കണ്ടത്. അഹമ്മദാബാദിൽ ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിൽ നടന്ന ഈ T20 ലോകകപ്പ് മത്സരം തുടക്കം മുതൽ തന്നെ ശ്വാസം അടക്കിപ്പിടിച്ചു മാത്രം കാണാൻ കഴിയുന്ന ഒന്നായിരുന്നു. ടോസ് നേടിയ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ബാറ്റിംഗ് തിരഞ്ഞെടുത്തപ്പോൾ കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല എന്ന് തോന്നിപ്പിച്ചിരുന്നു. ആദ്യ ഓവറിൽ തന്നെ ആര്യൻ ദത്തിന്റെ പന്തിൽ റണ്ണൊന്നും എടുക്കാതെ അഭിഷേക് ശർമ്മ പുറത്തായപ്പോൾ സ്റ്റേഡിയത്തിൽ വല്ലാത്തൊരു മരണനിശബ്ദത തളം കെട്ടി. ഇന്ത്യ തുടക്കത്തിലെ തകർന്നടിയുമോ എന്ന് ഭയന്ന നിമിഷം. എന്നാൽ അവിടെ നിന്നും ഇഷാൻ കിഷനും തിലക് വർമ്മയും ചേർന്ന് 39 റൺസിന്റെ അതിനിർണായക കൂട്ടുകെട്ട് പടുത്തുയർത്തി. വെറും 7 പന്തിൽ 18 റൺസ് എടുത്ത് ഇഷാൻ റൺ റേറ്റ് ഉയർത്തിയെങ്കിലും പെട്ടെന്ന് തന്നെ വിക്കറ്റ് നഷ്ടപ്പെടുത്തി. പിന്നീട് ക്രീസിലെത്തിയ നായകൻ സൂര്യകുമാറും തിലക് വർമ്മയും ചേർന്ന് 71 റൺസിന്റെ മാസ്മരിക കൂട്ടുകെട്ടുണ്ടാക്കി. തിലക് ഗ്യാപ്പുകൾ കണ്ടെത്തി 31 റൺസ് നേടിയപ്പോൾ സൂര്യ തന്റെ തനത് 360 ഡിഗ്രി ശൈലിയിൽ റിവേഴ്സ് സ്വീപ്പുകളിലൂടെയും സ്കൂപ്പുകളിലൂടെയും 34 റൺസ് അടിച്ചുകൂട്ടി. 13.3 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 110 റൺസ് എന്ന നിലയിലായിരുന്നു ഇന്ത്യ അപ്പോൾ. പിന്നീടാണ് സ്റ്റേഡിയത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് സാക്ഷാൽ ശിവം ദുബെ ക്രീസിലെത്തുന്നത്. അവിടെ മുതലാണ് കളിയുടെ ഗതി പൂർണ്ണമായും മാറിയത്. സ്പിന്നർമാരെ യാതൊരു ദയയുമില്ലാതെ അവൻ ഗാലറിയിലേക്ക് പറത്തി. വെറും 31 പന്തിൽ 6 കൂറ്റൻ സിക്സറുകൾ ഉൾപ്പെടെ 66 റൺസാണ് ആ ബാറ്റിൽ നിന്നും ഇടിമുഴത്തം പോലെ ഇരച്ചെത്തിയത്. മറുവശത്ത് ഹാർദിക് പാണ്ഡ്യയും പിന്തുണ നൽകി 21 പന്തിൽ 30 റൺസ് നേടി. അവസാന ഓവറുകളിൽ റിങ്കു സിംഗ് കൂടി ആഞ്ഞടിച്ചതോടെ ഇന്ത്യ 20 ഓവറിൽ 6 വിക്കറ്റിന് 193 റൺസ് എന്ന പടുകൂറ്റൻ സ്കോറിലെത്തി. ആ 17 റൺസിന്റെ ഐതിഹാസിക വിജയത്തിൽ ദുബെയുടെ ആ 66 റൺസ് ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. മത്സരം ജയിച്ചതോടെ സ്റ്റേഡിയം മുഴുവൻ ദുബൈ ദുബൈ എന്ന് ആർത്തിരമ്പുകയായിരുന്നു. എന്നാൽ തന്റെ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം വരുൺ ചക്രവർത്തിക്ക് നൽകി അവൻ വീണ്ടും എല്ലാവരെയും ഞെട്ടിച്ചു. തുടർന്ന് സംസാരിക്കാൻ മൈക്കിന് മുന്നിലെത്തിയ ദുബൈയോട് ഹർഷ ഭോഗ്ലെ ചോദിച്ചു, മുകളിലേക്ക് പ്രമോഷൻ കിട്ടി വന്ന് ഇത്തരമൊരു ഇന്നിംഗ്സ് കളിച്ചപ്പോൾ എന്ത് തോന്നുന്നു ദുബൈ? ഒരു നിമിഷം ആ മനുഷ്യൻ തിരിച്ചു നിന്നുപോയി. മൈക്ക് പിടിച്ചു നിൽക്കുമ്പോൾ അവന്റെ തൊണ്ടയിടറി. കണ്ണുനീർ പുറത്തു വരാതിരിക്കാൻ അവൻ പാടുപെടുന്നുണ്ടായിരുന്നു. പക്ഷേ മാസങ്ങളായി ഉള്ളിലൊതുക്കിയ വികാരങ്ങളെ തടഞ്ഞു നിർത്താൻ അവനായില്ല. ഗ്രൗണ്ടിൽ ബോളർമാരുടെ പേടി സ്വപ്നമായ ആ അതികായൻ ദേശീയ ടെലിവിഷനിൽ വിതുമ്പിക്കരഞ്ഞു. കണ്ണു തുടച്ച് ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് അവൻ പറഞ്ഞ വാക്കുകൾ ഏതൊരു ക്രിക്കറ്റ് ആരാധകന്റെയും ഹൃദയം പിളർക്കുന്നതായിരുന്നു. കഴിഞ്ഞ 2 വർഷമായി ഞാൻ ചെറിയ ഇന്നിംഗ്സുകൾ മാത്രമേ കളിച്ചിരുന്നുള്ളൂ. എനിക്ക് അവസരങ്ങൾ കിട്ടാതായപ്പോൾ എന്റെ സമയം കഴിഞ്ഞു എന്നുപോലും ഞാൻ ചിന്തിച്ചു. ഞാൻ ഉള്ളിൽ നിന്നും പൂർണ്ണമായും തകർന്നിരുന്നു. തന്റെ പരിശീലകന്റെ വാക്കുകളാണ് തനിക്ക് കരുത്തായതെന്ന് അവൻ കണ്ണുനീരോടെ കൂട്ടിച്ചേർത്തു. എളുപ്പമുള്ള സാഹചര്യങ്ങളിൽ റൺസ് നേടുന്നവനല്ല, കൊടുങ്കാറ്റിൽ ദീപം തെളിക്കുന്നവനാണ് യഥാർത്ഥ ഹീറോ എന്നെന്റെ കോച്ച് പറഞ്ഞിരുന്നു. ഇന്ന് ഞാൻ അതാണ് ചെയ്തത്. പെട്ടെന്ന് അപ്രതീക്ഷിതമായി അവൻ ടീമിലെ ഓപ്പണിംഗ് പ്രതിസന്ധിയെക്കുറിച്ചും മനസ്സ് തുറന്നു. ആദ്യ ഓവറിൽ തന്നെ അഭിഷേക് ശർമ്മ റണ്ണൊന്നും എടുക്കാതെ പുറത്തായ ആ നിമിഷം ഡഗൌട്ടിലിരുന്ന് ഞാൻ ശരിക്കും ആലോചിച്ചത് നമ്മുടെ സഞ്ജു ഭായിയെക്കുറിച്ചാണ്. അഭിഷേക് ഇപ്പോൾ തീരെ ഫോമിലല്ല. അവൻ വളരെ മികച്ചൊരു പ്രതിഭയാണ്. വരും മത്സരങ്ങളിൽ അവൻ തന്റെ പഴയ ഫോമിലേക്ക് ഗംഭീരമായി തിരിച്ചുവരുമെന്നും നന്നായി കളിക്കുമെന്നും എനിക്കുറപ്പുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു വേദിയിൽ ഇത്രയധികം സമ്മർദ്ദമുള്ള ഈ ലോകകപ്പ് മത്സരത്തിൽ അഭിഷേകിന് പകരം സഞ്ജു സാംസൺ ആയിരുന്നു അവിടെ ഓപ്പണിംഗിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇതിലും മികച്ച രീതിയിൽ അവൻ ആ കളി മാറ്റിയെഴുതിയേനെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഞ്ജു ഭായിക്ക് പ്രഷർ സിറ്റുവേഷൻ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായി അറിയാം. സ്പിന്നർമാരെയും പേസർമാരെയും ഒരുപോലെ അതിർത്തി കടത്താനുള്ള ആ അനായാസത ഈ ടീമിന് എത്രത്തോളം ആവശ്യമാണെന്ന് എനിക്കറിയാം.
ആ ഒരു കുറവ് നികത്താനാണ് ഇന്ന് ഞാൻ ശ്രമിച്ചത്. ഈ 66 റൺസ് വെറുമൊരു സ്കോർ അല്ല, എനിക്ക് എളുപ്പമുള്ള സാഹചര്യങ്ങളിൽ മാത്രമേ കളിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ വിമർശകർക്കുള്ള മുഖമടച്ചുള്ള മറുപടിയാണ്. ഈ വാക്കുകൾ കേട്ട് ഹർഷ ഭോഗ്ലെ ഉൾപ്പെടെ സ്റ്റേഡിയത്തിലെ ആയിരങ്ങൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ഹാർദിക് പാണ്ഡ്യയ്ക്ക് മുൻപേ തന്നെ ബാറ്റ് ചെയ്യാൻ തന്നെ അയച്ച സൂര്യകുമാർ യാദവിന്റെ തന്ത്രപരമായ തീരുമാനത്തെയും സമ്മർദ്ദഘട്ടങ്ങളെ അതിജീവിക്കാൻ പഠിപ്പിച്ച സാക്ഷാൽ MS ധോനിയെയും അവൻ നന്ദിയോടെ സ്മരിച്ചു. CSK എന്ന സംവിധാനത്തിൽ നിന്ന് വരുന്ന ഒരു താരം എപ്പോഴും രാജ്യത്തിനായി അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി അവൻ മാറുകയായിരുന്നു. ഒപ്പം തഴപ്പെട്ടിട്ടും പതറാതെ നിൽക്കുന്ന സഞ്ജു സാംസൺ പോലുള്ളവരുടെ പോരാട്ട വീര്യം കൂടിയാണ് ദുബെയുടെ ഈ വാക്കുകളിൽ പ്രതിധ്വനിച്ചത്. ഇരുട്ട് എത്ര കനത്തതായാലും സൂര്യൻ ഉദിക്കാൻ മറക്കില്ല എന്ന് തെളിയിച്ച് സകല വിമർശകരുടെയും വായടപ്പിച്ച ശിവം ദുബെയുടെ ഈ ചോര തിളപ്പിക്കുന്ന ഇന്നിംഗ്സിനെക്കുറിച്ചും സഞ്ജുവിനെക്കുറിച്ചുള്ള ദുബെയുടെ വാക്കുകളെക്കുറിച്ചും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. ഇത്തരം പൊള്ളുന്ന സത്യങ്ങളും അപ്ഡേറ്റുകളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.